കർത്താവ് നമുക്കൊരവസരം കൂടെ ഒരുക്കിയല്ലോ. അത് ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. സ്തോത്രം. ആമേൻ. അല്പനിമിഷം ചിന്തയ്ക്കായി ആമേൻ. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 20-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്തൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് 20-ാമത്തെ അധ്യായത്തിനകത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ അധ്യായത്തിനകത്ത് ആമേൻ, സ്തോത്രം, താങ്ങുമാറാകട്ടെ താങ്ങുമാറാകട്ടെ എന്ന് തന്നെ ആമേൻ അനവധി വാക്യങ്ങൾ ആമേൻ. 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് താങ്ങുമാറാകട്ടെ താങ്ങുമാറാകട്ടെ താങ്ങുമാറാകട്ടെ. ആമേൻ. നമ്മെ ദൈവം താങ്ങി തൻ്റെ ഭുജത്തിൽ വഹിച്ച് 25-ന്റെ അവസാനത്തെ തിങ്കളാഴ്ച കാണുവാൻ സർവശക്തൻ നമ്മെ സഹായിച്ചില്ലേ. സ്തോത്രം. ദാവീദിനെ താങ്ങിയ ദൈവം, ദാവീദിനെ പരിപാലിച്ച് സ്നേഹിച്ച ദൈവം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നിറയപ്പെട്ട ആമേൻ ശൈലികളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ദൈവം തന്നെ താങ്ങിയതാ. സ്തോത്രം. അവിടെയെല്ലാം ദൈവം തന്നെ ആമേൻ മാനിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്, 1-2 വാക്യം. ഇങ്ങനെ വായിച്ചു: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മാനവകുലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കഷ്ടത വരുമ്പോൾ മാറിപ്പോവും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഒരു വ്യക്തിക്കൊരു ന്യൂനത വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും വാക്കുകളാൽ ചില കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ട് കുത്തുന്ന ആമേൻ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരു കുറവ് ഒരു ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആമേൻ മാക്സിമം അവരെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ എല്ലാം ദൈവം പറയുന്നത് എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ദൈവം നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? കഷ്ടകാലത്ത് നിനക്ക് എന്ത് ചെയ്യും? ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്തായിരിക്കും ആ ഉത്തരം? ആമേൻ. ഈ ലോകം നിന്നെ പകയ്ക്കും, ഈ ലോകം നിന്നെ തള്ളും, ഈ ലോകത്തിലെല്ലാവരും നിന്നെ നിന്ദിക്കും. ആമേൻ. പെറ്റമ്മ പോലും നിന്നെ മാറ്റി നിർത്തും, ജന്മം തന്ന അപ്പനും നിന്നെ തള്ളിക്കളയും, സഹോദരങ്ങളും നിനക്ക് നേരെ ശത്രുക്കളായി തിരിയും. ആമേൻ. നിന്റെ രക്തത്തിൽ ജനിച്ച് ആമേൻ തലമുറകൾ വരെ നിന്നെ ഉപേക്ഷിക്കും. ആമേൻ. എല്ലാവരും മാറിപ്പോകും. പക്ഷേ ആമേൻ, ഉലകം മാറട്ടെ, സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി തീരട്ടെ, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാലും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ദൈവകുഞ്ഞെ, മനുഷ്യൻ നിന്നെ ചില ന്യൂനതകൾ കണ്ടുപിടിച്ച് നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിന്നെ പകയ്ക്കുമ്പോൾ, ആ പകച്ചവരൊന്നും ഈ 25-ന്റെ അവസാന തിങ്കളാഴ്ച ഇല്ലെന്നുള്ള കാര്യം സത്യമാണ്. എത്രയോ പേര് നിന്റെ ഉയർച്ചയെ തകർക്കാൻ നിന്ന് നിന്റെ പിന്നാലെ പിന്തുടർന്നു. അവരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തപ്പെട്ടവരായി നിന്നില്ലേ? ശുഡവനരഗതന അടപരാജകൽക്കനാദി. ആമേൻ. കർത്താവ് പറയാ,
കഷ്ടകാലത്തിൽ ആമേൻ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. അടുത്ത് പറയുന്നത്, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. സ്തോത്രം. ഇപ്പൊ യാക്കോബിന്റെ ദൈവം, യാക്കോബിന്റെ നാമത്തിൽ നമുക്കറിയാം. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ദൈവം, പ്രൈസ്, സഹായിക്കുന്ന ദൈവം. അതാണ് യെശയ്യാപ്രവചനം 41:14 പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കണ്ടോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്നാൽ 41:10 പിന്നെയും പറയുന്നു, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ആമേൻ ഞാൻ നിന്നെ എന്ത് ചെയ്യും? താങ്ങും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കരങ്ങളും നമുക്കെതിരെ തിരിയുമ്പോൾ, എല്ലാ കരങ്ങളും നമുക്കെതിരെ പ്രതികൂലമാകും, എല്ലാ കരങ്ങളും നമുക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ താങ്ങി നടത്തേണ്ടവർ, കരം പിടിക്കേണ്ടവർ, ഉയർത്തേണ്ടവർ, മാനിക്കേണ്ടവർ, കരം കൂപ്പി നിൽക്കേണ്ടവർ എല്ലാം കരങ്ങളെ വലിച്ച് നമ്മെ തകർത്ത് കളയുമ്പോൾ കർത്താവ് പറയുക, ഇല്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമ്മ ഉപേക്ഷിക്കാം, അപ്പൻ ഉപേക്ഷിക്കാം, കൂടപ്പുറപ്പോൾ ഉപേക്ഷിക്കും, എല്ലാവരും ഉപേക്ഷിക്കും. കർത്താവിൻ്റെ നാമനിമിത്തം എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 4-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. സ്തോത്രം. എന്താ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം? വാഹനമാണോ? നല്ല ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത്? കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്റ്റേജുകളിൽ പ്രസംഗിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വിദൂര യാത്രകൾക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പാസ്പോർട്ട് എടുക്കാനാണോ നീ ആഗ്രഹിച്ചിരിക്കുന്നത്? എന്താണ് 2025 അവസാന തിങ്കളാഴ്ച നീ ആഗ്രഹിക്കുന്നത്? നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്നൊരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. സ്തോത്രം. ചുമ്മാ അങ്ങനെ ആഗ്രഹിക്കരുതേ. പ്രാർത്ഥനയോടെ കർത്താവിന് സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. മറന്നു പോകരുത്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, 35-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ സ്തോത്രം 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ, നാം പുറപ്പെടുക, ബേഥേലിലേക്ക് പോക, എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാരെന്നറിയാമോ? നമുക്കറിയാം. ഇവിടെ നമ്മൾ യാക്കോബിൻ്റെ കാര്യമാണ് ചിന്തിച്ചു വരുന്നത്. യാക്കോബ് സ്തോത്രം തിരിച്ചൊരു മടക്കയാത്രയ്ക്കായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. സ്തോത്രം. കണ്ടോ, യാക്കോബിന് ദൈവം കൊടുത്തത് ഒരു വലിയ ജയമാണ്. എവിടെയെന്നറിയാൻ ജയം കൊടുത്തത്? ബേഥേലിൽ. സ്തോത്രം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോയപ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. കണ്ടോ, ദൈവം കൽപ്പിക്കുക. വീട്ടിൽ നിന്ന് ഏഷ്ടവാശം തട്ടിയെടുത്തതെന്നല്ല, അമ്മയുടെ ഉപായത്താൽ അവന് ഉപായി എന്ന് പേരിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശരിക്കും യാക്കോബാണോ ഉപായി? അല്ല. യാക്കോബാണോ ശരിക്കും ഉപായി? എല്ലാവരും പറയും യാക്കോബാണ് ഉപായി, കള്ളം കാണിച്ചു, യാക്കോബാണ് എല്ലാം ചെയ്തുകൊണ്ട് പോയി. ഇല്ല, യഥാർത്ഥത്തിൽ ഉപായി അവൻ്റെ അമ്മയാ. അവരല്ലേ ആ യാക്കോബിനെ യേശാവിനെ പോലെ രോമം ഉള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത്
യേശാവിൻ്റെ വനാന്തര ജീവിതത്തിലെ സ്മെല്ലൊക്കെ അടിക്കുന്ന സ്പ്രേയൊക്കെ അടിച്ച് യാക്കോബിനെ ഒരുക്കി യാക്കോബിൻ്റെ സകല ശരീരത്തിലെ ഘടനകളും അവൻ്റെ മുഖത്തിലെ ഫേസ് അതിൻ്റെതായ എവിടെയെല്ലാം അവൻ്റെ അപ്പൻ യേശാവിനെ തൊടുമോ അവിടെ എല്ലാം സ്തോത്രം അതേപോലെയുള്ള നിലയിൽ മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല ബ്യൂട്ടി പാർലർ ആയത് യാക്കോബിൻ്റെ അമ്മയല്ലേ? ഇപ്പൊ യാക്കോബിൻ്റെ അമ്മയല്ലേ കള്ളി? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താ അത് പറയാൻ മടിക്കുന്നേ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയട്ടെ. ആ യാക്കോബിനോട് സംസാരിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അങ്ങനെ അവർ തങ്ങളുടെ സ്തോത്രം പുറകിലുള്ള സ്തോത്രം ദേവന്മാരെ ഒക്കെയും സ്തോത്രം അകറ്റിക്കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ആ വിഗ്രഹങ്ങളെയും അവരെ തുടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുന്ന ദൈവകുഞ്ഞെ, നമ്മോട് ഇടപെടുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. സകലത്തിൻ്റെ മേലും അധികാരിയായ കാരണഭൂതനായ ആ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് കൂടെയുണ്ട്. നോക്കി 6-ാം വാക്യം. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബെഥേലിലെത്തി. സ്തോത്രം. ആദ്യത്തെ പേരെന്താണ്? ലൂസ്. രണ്ടാമത്തെ പേരാണ് ബെഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവന് അവിടെ വച്ച് ദൈവം പ്രത്യക്ഷനാകൊണ്ട് അവൻ ആ സ്ഥലത്ത് ബെഥേൽ എന്ന് പേർ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിന് യാക്കോബിൻ്റെ അമ്മ സ്തോത്രം യാക്കോബിനോട് സ്തോത്രം പ്രൈസ് ദി ലോർഡ് കാണിച്ച ആ ഒരു കാര്യത്തിൽ അവൻ അവിടെ നാട് വിട്ട് ലൂസിൽ വന്ന് പാർത്ത് തിരിച്ച് ചില വർഷം കഴിഞ്ഞ് തിരിച്ച് അവൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാര്യാദികളെല്ലാം നടക്കുന്നത്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്തിൽ നിനക്കുത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന ഒരു വർഷം കർത്താവ് നമുക്ക് തരട്ടെ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്യണം. ജനമൊക്കെയും കർത്താവിൻ്റെ മുമ്പിൽ പിന്നെയും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സഹായിക്കണം. കൃപയിൽ പൊതിയണം. ശേഷിക്കുന്ന ചില മണിക്കൂറുകൾ നിങ്ങൾക്ക് ഈ വർഷം കർത്താവ് നൽകിയിട്ടുണ്ടല്ലോ. അവിടെ എല്ലാം ദൈവം ഞങ്ങളെ പരിപാലിക്കണം, സൂക്ഷിക്കണം. കൃപയിൽ മറയ്ക്കും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.